ആഗോള യുദ്ധമുഖങ്ങളിലെ തന്ത്രങ്ങൾ അപ്പാടെ മാറ്റിമറിച്ചുകൊണ്ട് പ്രതിരോധ രംഗത്ത് ചരിത്രത്തിലെ ഏറ്റവും വലിയ അട്ടിമറിക്ക് ഇന്ത്യൻ സായുധ സേന ഒരുങ്ങുന്നു. കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന അത്യാധുനിക യുദ്ധവിമാനങ്ങൾക്കും യുദ്ധക്കപ്പലുകൾക്കും ടാങ്കുകൾക്കുമൊപ്പം ഭാവിയിലെ യുദ്ധങ്ങൾ നിയന്ത്രിക്കാൻ കൺമുന്നിലെത്തിയ ഡ്രോൺ സാങ്കേതിക വിദ്യയ്ക്കായി ഇന്ത്യ വൻതോതിൽ പണമിറക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ഇതിന്റെ ഭാഗമായി ആഭ്യന്തര നിർമ്മാതാക്കളിൽ നിന്നും ഏതാണ്ട് $2 ബില്യൺ മൂല്യം വരുന്ന അത്യാധുനിക മിലിറ്ററി ഡ്രോണുകൾ വാങ്ങാൻ പ്രതിരോധ മന്ത്രാലയം നീക്കങ്ങൾ പൂർത്തിയാക്കുന്നതായാണ് അന്താരാഷ്ട്ര വാർത്താമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വരും മാസങ്ങളിൽ കരാറുകൾ യാഥാർത്ഥ്യമാകുന്നതോടെ ഇന്ത്യൻ സൈന്യത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തദ്ദേശീയ ഡ്രോൺ സംഭരണമായി ഇത് മാറും. പരമ്പരാഗത യുദ്ധമുറകളിൽ നിന്നും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിതമായ ഓട്ടോമാറ്റിക് അറ്റാക്കിംഗ് സിസ്റ്റങ്ങളിലേക്ക് ഇന്ത്യ അതിവേഗം ചുവടുമാറുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണിത്. ലക്ഷക്കണക്കിന് ഡോളർ വില വരുന്ന അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ വെട്ടിച്ച് ലക്ഷങ്ങൾ മാത്രം വില വരുന്ന ചെറിയ സൂയിസൈഡൽ ഡ്രോണുകൾ ശത്രുവിൻ്റെ കോടിക്കണക്കിന് രൂപയുടെ ടാങ്കുകളെയും കവചിത വാഹനങ്ങളെയും നിഷ്പ്രയാസം തകർത്തെറിയുന്നത് ലോകം ഇസ്രായേൽ യുക്രൈൻ സംഘർഷങ്ങളിലൂടെ കണ്ടതാണ്. ഇതിനു പുറമെ ഇന്ത്യ നേരിട്ട് നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ നൽകിയ തന്ത്രപരമായ പാഠങ്ങളും ഈ പെട്ടെന്നുള്ള ചുവടുമാറ്റത്തിന് പിന്നിലുണ്ട്. നിയന്ത്രണ രേഖയ്ക്ക് അപ്പുറമുള്ള ഭീകരവാദ കേന്ദ്രങ്ങളെ തകർക്കാൻ ഡ്രോണുകൾ എത്രത്തോളം ഫലപ്രദമാണെന്ന് ഇന്ത്യ ഈ ഓപ്പറേഷനിലൂടെ തെളിയിച്ചിരുന്നു. കേവലം നിരീക്ഷണങ്ങൾക്കായി മാത്രം ഉപയോഗിച്ചിരുന്ന ഡ്രോണുകളെ ഇനി മുതൽ നേരിട്ടുള്ള യുദ്ധമുഖത്തെ മുൻനിര ആയുധങ്ങളാക്കി മാറ്റാനാണ് സേനയുടെ തീരുമാനം. അടുത്ത 18 മുതൽ 24 മാസങ്ങൾക്കുള്ളിൽ ഈ ഡ്രോണുകൾ അതിവേഗ ട്രാക്കിലൂടെ ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗമാകും. ഡ്രോൺ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ പ്രസിഡന്റ് സ്മിത് ഷാ നൽകുന്ന വിവരങ്ങൾ പ്രകാരം മുൻപ് വെറും 3000 കോടിയോളമായിരുന്ന ടാക്ടിക്കൽ ഡ്രോൺ ഓർഡറുകളാണ് ഇപ്പോൾ 20,000 കോടി രൂപ കടന്നുകുതിക്കുന്നത്. വെറുമൊരു ഉപകരണം എന്നതിലുപരി ശത്രുവിൻ്റെ ആശയവിനിമയങ്ങൾ തടസ്സപ്പെടുത്തുന്ന ഇലക്ട്രോണിക് വാർഫെയർ, അതിർത്തി നിരീക്ഷണങ്ങൾ, ആയുധങ്ങളും മരുന്നുകളും എത്തിക്കുന്നതിനുള്ള ലോജിസ്റ്റിക് സപ്പോർട്ട്, ഒരേ സമയം കൂട്ടത്തോടെ ആക്രമണം നടത്തുന്ന ഡ്രോൺ കൂട്ടങ്ങൾ എന്നിവ ഇന്ത്യൻ സാങ്കേതിക വിദ്യയിൽ വികസിപ്പിക്കാനാണ് പദ്ധതി. IG ഡിഫൻസ് CEO ബോധിസത്വ സംഘപ്രിയ ഉൾപ്പെടെയുള്ള പ്രമുഖർ വ്യക്തമാക്കുന്നത്. ഇന്ത്യ ഇപ്പോൾ കേവലം ഡ്രോണുകൾ വാങ്ങുകയല്ല, മറിച്ച് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉൾപ്പെടുത്തിയുള്ള സമ്പൂർണ്ണ സൈനിക ശേഷിയാണ് കെട്ടിപ്പടുക്കുന്നത് എന്നാണ്. മികച്ച ബാറ്ററി സംവിധാനങ്ങൾക്കായി ഡ്രീംഫ്ലൈ ഇന്നോവേഷൻസ് പോലുള്ള ഇന്ത്യൻ കമ്പനികൾ രംഗത്തുണ്ട്. ഇന്ത്യ നിലവിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്വർണ്ണ ആയുധ ഇറക്കുമതി രാജ്യങ്ങളിൽ ഒന്നാണ്. എന്നാൽ ആത്മനിർഭർ ഭാരത്, മേക്ക് ഇൻ ഇന്ത്യ പദ്ധതികളിലൂടെ പ്രതിരോധ രംഗത്ത് സ്വയം പര്യാപ്തത നേടുകയാണ് ലക്ഷ്യം. നിലവിൽ ഇന്ത്യയിൽ 600-ലധികം ഡ്രോൺ നിർമ്മാണ കമ്പനികളുണ്ട്. അതിൽ 100-ലധികം കമ്പനികൾ പ്രതിരോധ ആവശ്യങ്ങൾക്കായി മാത്രമാണ് പ്രവർത്തിക്കുന്നത്. ടാറ്റ, അദാനി, L&T തുടങ്ങിയ വൻപന്മാർക്കൊപ്പം നിരവധി ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകളും ഈ വിപ്ലവത്തിന്റെ ഭാഗമാണ്. എങ്കിലും ഡ്രോണുകൾക്ക് ആവശ്യമായ സെമി കണ്ടക്ടർ ചിപ്പുകൾ, സെൻസറുകൾ എന്നിവയ്ക്ക് ഇന്ത്യ ഇപ്പോഴും വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നുണ്ട്. അടുത്ത 5 മുതൽ 7 വർഷത്തിനുള്ളിൽ ഡ്രോണുകളുടെ ആന്തരിക ഘടകങ്ങളുടെ നിർമ്മാണത്തിലും ഇന്ത്യ പൂർണ്ണമായ ആഭ്യന്തര ശേഷി കൈവരിക്കുമെന്നാണ് നെക്സ്റ്റ് എയറോനോട്ടിക് CEO ആൽവിൻ ആന്റണി വിലയിരുത്തുന്നത്. ഭാവിയിൽ ഡ്രോൺ സാങ്കേതിക വിദ്യയുടെ വലിയൊരു കയറ്റുമതി രാജ്യമായി മാറാനുള്ള എല്ലാ സാധ്യതകളും ഇന്ത്യക്കുണ്ടെന്നും സാങ്കേതിക വിദ്യ മാറുന്നതിനനുസരിച്ച് പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഓർഡറുകൾ വേഗത്തിലാക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് വൻ കരുത്താകുമെന്നും പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു.